നമസ്കാരം. ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് അമാവാസ്യയാണ്. ആദ്യം സ്വാമീനെ കാണാം. ഇന്നൊരു കാര്യം കൂടി പറയാനായിട്ടാണ് ഞാൻ വന്നത്. അതായത് നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹം, അതുപോലെ തന്നെ ഭക്തരുടെ സഹായം. അതെപ്പോഴും പറയണമെന്ന് അതിലൊരു ഭക്തരുടെ സഹായം അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഞാനെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ ആത്മീയതയിലേക്ക് വന്നത്. ആത്മീയതയിലേക്ക് വരുമ്പോൾ ഞാൻ ചെറിയൊരു റൂമിൽ 5 മൂർത്തികളെ പ്രതിഷ്ഠ നടത്തി ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത്, അങ്ങനെയാണ് യൂട്യൂബ് ചെയ്ത കാലം തൊട്ട് ആണ് എനിക്ക് ഈ ഭക്തരുടെ സഹായങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും, ഈ അമ്പലത്തിൻ്റെ ഓരോ കല്ലായിക്കോട്ടെ, ഒരു മൺതരി ആയിക്കോട്ടെ, അതിലൊക്കെ ഭക്തരുടെ സഹായം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം എനിക്ക് എൻ്റെ അസറ്റുകളൊന്നുമില്ല, എല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ എന്താ പറയുക, എത്ര പറഞ്ഞാലത് പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുന്ന് ഈ ഒരു ഇതിൻ്റെ നിർമ്മാണാവശ്യമായിട്ട് ജീവൻ്റെ പേര് എത്ര പറഞ്ഞാലും മതിയാവില്ല. അതായത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ ഓരോ സാധനങ്ങളിലും ജീവൻ്റെ പേരുണ്ടായിരിക്കും. അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം തൊട്ടുള്ളതാണ് ജീവൻ. ദുബായിലാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് അരുൺ, ഇവരുടെ 2 പേരും പ്രത്യേകം പേര് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയണമെങ്കിൽ. അപ്പോൾ ഇവരുടെ പേര് മാത്രം പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർ 2 പേര് 50,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാര്യത്തിനായിട്ട് സഹായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരുടെ മാത്രം പറയണത്. പിന്നെ ഇപ്പോൾ എല്ലാവരുടെയും പേര് പറയണമെങ്കിൽ കുറഞ്ഞത് ഒരു ദിവസം എടുക്കും. അപ്പോൾ വീഡിയോ കാണാൻ പ്രാന്തായിട്ട് അവരൊക്കെ എന്നെ തെറി വിളിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഭക്തരുടെ സഹായം തന്നെയാണ്. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ ഭക്തർക്ക് സഹായിക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്വാമിയുടെ അനുഗ്രഹം, ഭക്തരുടെ സഹായം, എൻ്റെ പ്രവൃത്തി, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലോ. എൻ്റെ കർമ്മങ്ങൾ, ഞാനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ചെയ്തിട്ട്, അതായത് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുള്ള ഞാനാണ്. എൻ്റെ ഇതാണ്. ഇതിൽ പെയിൻറ്റിങ് ഒന്ന് വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിലം ഉണ്ടല്ലോ, ഫ്ലോറ്, അത് ടൈൽസ് അല്ല ഇട്ട. ടൈൽസ് ആണെങ്കിൽ ഞാൻ ഇട്ടന്നെ. ഇത് പഴയ പുരാതന രീതിയിൽ മറ്റേ മഞ്ഞ ചാന്ത് വെച്ചിട്ട് അതാണ് ഒരുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും വേറൊരു വ്യക്തികൾക്കാണ് കൊടുത്തത്. ബാക്കി ഒരുവിധം എല്ലാ പണികളും എൻ്റെ കയ്യിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാം, നമുക്ക് എല്ലാം കണ്ടൊന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ, എന്തൊക്കെയാണ് ഞാൻ പണിതിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയണത്, ഭക്തരുടെ സഹായം, എൻ്റെ പ്രവൃത്തി, സ്വാമിയുടെ അനുഗ്രഹം, ഇതെല്ലാം കൊണ്ടും തന്നെ സമ്പന്നമായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതായത് എല്ലാം ഒത്തുചേർന്ന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ IM വിജയൻ സ്റ്റേഡിയമാണ് ലാസ്റ്റ് കാണുന്ന ആ വെള്ള മതിൽ. തൃശ്ശൂരത്തെ IM വിജയൻ സ്റ്റേഡിയം ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കാണാം. അവിടെയാണ്. അവിടെ നിന്നൊരു കുറച്ച് ദൂരം നടന്നാലാണ് നമ്മുടെ ലാലൂർ ദേവസ്ഥാനം. പലർക്കും അറിയാത്തവരുണ്ടാവാം. അറിയാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഈ ഒരു വഴിയുടെ തൊട്ടപ്പുറത്തുള്ള വഴികളിലുള്ളവർക്ക് പോലും ഇത് കൃത്യമായിട്ട് അറിയില്ല ഇങ്ങനൊരു സംഭവം. ഈ സ്വാമിയുടെ ഒരു ദർശനം ഇവിടെ ഉണ്ട്, സ്വാമിയുടെ ഒരു ആലയം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ തൊട്ട അയലക്കാർക്ക് പോലും അറിയില്ല. ഇവിടെയാണ്. അപ്പോൾ സ്വാമിയുടെ ഇത് നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് ആദ്യമൊക്കെ ഇരുന്നിരുന്നത്. 2 പേർക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. വളരെ ദൂരം നിന്ന് ആൾക്കാർ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മക്കളെ കൂടെ നിർത്താൻ പറ്റില്ല ഒന്ന് സംസാരിക്കുന്ന സമയത്ത്. പിന്നെ ഇവിടെ ഇങ്ങനെയായിരുന്നില്ല. ഇവിടെ ഒരു ചെറിയായിട്ടിട്ട് ഞാൻ അവിടെയാണ് ഇരുന്നിട്ട് ആരെങ്കിലുമൊക്കെ കണ്ടിരുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇവിടെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല. അത് അമ്പലമല്ലേ. അപ്പോൾ ആ ഒരു ഇവിടെ കൈകാല് കഴുകിയിട്ടാണ് അകത്ത് കയറുക. ഇത് നമ്മുടെ ഒരു ഉള്ള സ്ഥലത്ത് അന്ന് ഒരു 2 ചെത്തിയും തുളസിയൊക്കെ വെച്ചിരുന്ന ഭഗവാനെ ആവശ്യത്തിന്. പൂവൊക്കെ ഉണ്ടാവാറുണ്ട്. പൂവുണ്ട്. ഇപ്പം ഇന്നലെയൊക്കെ പൊട്ടിച്ചിട്ടുള്ളതായിരിക്കും. ഇതാണ് ഞാൻ പറയാറുള്ള എല്ലാവർക്കും കൂടിയിട്ട് സ്വാമിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇതെൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം, സാഫല്യം. ഇങ്ങനൊരു സ്ഥലം തന്നെ ഭഗവാൻ ഇതെന്തിനു വാങ്ങിയിട്ടു എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ആൾ മുൻകൂട്ടി കണ്ടിരുന്നു ഇത് എൻ്റെ ഒരു ദേവാലയം ഇവിടെ വരും, എന്നെ കാണാനായിട്ടുള്ള ആൾക്കാർക്ക്
ഇരിക്കാനായിട്ടുള്ളൊരു ഇരിപ്പിടം, അവർക്കൊന്ന് വന്നാലൊന്ന് ഇരിക്കാനായിട്ടുള്ള അതിനുള്ള സൗകര്യങ്ങളാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇതൊക്കെ ഞാൻ പതുക്കെ ചെയ്യുന്നതാണ്. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ആരോടും ചോദിക്കാൻ നിൽക്കണ്ടല്ലോ, അതിനുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്, ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പൂജയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊന്ന് കാര്യങ്ങൾ ചെയ്തിട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ നമുക്കൊന്ന് ഇരിക്കാം. സീറ്റൊക്കെ ഞാൻ മടക്കി വെച്ചേക്കണം, അതായത് കുരുതിക്ക് വേണ്ടിയിട്ട്. കാളിയാമത്തിലാണ് കുരുതി നടത്തുക. അപ്പോൾ കുരുതിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചേക്കാണ്. ഇവിടെയാണ് കുരുതി നടത്താറ് നമ്മൾ. ആ വീഡിയോ ഒക്കെ പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ഉള്ള സൗകര്യം പോലെ, ആകെ 8 അടി വീതിയില്ല കേട്ടോ. ഇവിടെയൊക്കെ 6.5 അടിയുള്ളൂ. അതാ കാണുന്നത് 6.5 അടിയുള്ളൂ ആ മതിലേര് എന്ന് പറഞ്ഞത്. ഒരു വാഴ നിൽക്കണ കണ്ടറിഞ്ഞൂടെ, നമ്മുടെ ഭഗവാന്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു വാഴ വെച്ചിട്ടുണ്ട് ഉള്ള സ്ഥലത്ത്. പിന്നെ ചെത്തിപ്പൂവിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതായത് മാല കെട്ടാനൊക്കെ ചെത്തി വേണം. പോയി വാങ്ങിക്കുക എന്നുള്ളതൊന്ന് ബുദ്ധിമുട്ട്. പിന്നെ എന്നും പോയി വാങ്ങിക്കാനുള്ള വരുമാനം ഇവിടെ നിത്യവരുമാനം ഇല്ലല്ലോ, ഇവിടെ ക്ഷേത്ര ദർശനം കുറവായതുകൊണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള സ്ഥലത്ത് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ഇതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വാമിയുടെ ഇതാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഉള്ള സമയം കൊണ്ട് ചെറിയൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും, ഒരുപാട് പേർക്ക് മുഴുവൻ കാണാത്തതിൻ്റെ ഒരു ഇതുണ്ട്. ഇതാണ് നമ്മുടെ മുകൾ ഭാഗം. ഒരു കോണി വെച്ച് കയറണം. പണികളൊന്നും കഴിയാത്ത കാരണം മുഴുവൻ അങ്ങോട്ട് ഒരു ഇതായിട്ടില്ല. ഇവിടെ AC വെച്ചിട്ടുണ്ട്. ഇതാണ് ടാങ്ക്. ഇവിടെ നിന്ന് ചെടികൾ എന്തായാലും വന്നില്ല, എന്തായാലും മുഴുവനും കാണാം. ഇവിടെ പരമാവധി ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പണികൾ കഴിയാത്ത കാരണം ചെടികൾ മുഴുവൻ സെറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്നുകൂടി കുറച്ചുകൂടി ചെടികളൊക്കെ വാങ്ങിക്കണം. ഉള്ളതിനനുസരിച്ച് ചെത്തി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആകാശ വ്യൂ എന്നൊക്കെ പറയാം അല്ലേ, സ്വാമിയുടെ ഇത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സഹായം അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു വീഡിയോ അധികം നീട്ടിയെന്നില്ല, അവസാനിപ്പിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയണത്, ഭക്തരുടെ സഹായം, എൻ്റെ പ്രവൃത്തി, സ്വാമിയുടെ അനുഗ്രഹം, ഇതെല്ലാം കൊണ്ടും തന്നെ സമ്പന്നമായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതായത് എല്ലാം ഒത്തുചേർന്ന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ IM വിജയൻ സ്റ്റേഡിയമാണ് ആ കാണുന്ന, ലാസ്റ്റ് കാണുന്ന ആ വെള്ളം അതിൽ. തൃശ്ശൂരത്തെ IM വിജയൻ സ്റ്റേഡിയം ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കാണാം. അവിടെയാണ്. അവിടെ നിന്നൊരു കുറച്ച് ദൂരം നടന്നാലാണ് നമ്മുടെ ലാലൂർ ദേവസ്ഥാനം. പലർക്കും അറിയാത്തവരുണ്ടാവാം. അറിയാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഈ ഒരു വഴിയുടെ തൊട്ടപ്പുറത്തുള്ള വഴികളിലുള്ളവർക്ക് പോലും ഇത് കൃത്യമായിട്ട് അറിയില്ല ഇങ്ങനൊരു സംഭവം. ഈ സ്വാമിയുടെ ഒരു ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം.